കാസർഗോഡ് കോളിയടക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്വീകരിക്കുക 22 സാഹിത്യകാരാണ്. സ്വന്തം വരികൾ കുഞ്ഞു മനസ്സിലേക്ക് എത്തിക്കാൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ തൂണുകളിൽ നിറഞ്ഞു നിൽക്കുകയാണവർ. വായനാ വാരത്തിന്റെ ഭാഗമായാണ് സ്കൂളിൽ ചിത്രങ്ങൾ ഒരുക്കിയത്. സ്കൂളുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതും അതിന് നിറം നൽകുന്നതും പതിവാണ്. എന്നാൽ കോളിയടക്കം സ്കൂളിലെത്തുന്നവരുടെ ശ്രദ്ധ ആദ്യം പതിയുക ഇടതുവശത്തെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ തൂണുകളിലാണ്. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരന്മാരാണ് നമ്മെ സ്വാഗതം ചെയ്യുക. PTA-യും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പണി പൂർത്തിയായപ്പോൾ തൂണുകൾ കാലിയായി കിടക്കുന്നത് അഭംഗിയാണെന്ന അഭിപ്രായമുയർന്നു. ഇതിന് പിന്നാലെയാണ് സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളും അവരുടെ പ്രധാന വരികളും എഴുതി വയ്ക്കാം എന്ന ചിന്ത വന്നത്. ഈ വായനാ വാരത്തിൽ തന്നെ ഈ ഒരു ചിത്രങ്ങൾ വരച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള നിലയിൽ ആലോചിച്ചു. ദേവദാസ് അതുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചു. അത് കുട്ടികളുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ, ഇപ്പോൾ ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പുറന്താളിൽ പല സാഹിത്യകാരന്മാരെയും കുട്ടികൾ കണ്ടിട്ടുണ്ട്. മറിച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാം, ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ചുമരിലുള്ള 22 സാഹിത്യകാരന്മാരെ ഏത് പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ കണ്ടു കഴിഞ്ഞാലും എല്ലാ കുട്ടികൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെ ഈ പറയുന്ന സാഹിത്യകാരന്മാരെ അറിയാനും അവരുടെ രചനകൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ വായനയുടെ വാതായനങ്ങൾ തുറന്നിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നത്. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ചിത്രകാരൻ ദേവദാസ് പെരിയയുമായി അധ്യാപകർ സംസാരിച്ചു. 2 ദിവസത്തിനുള്ളിൽ ONV കുറുപ്പും തകഴിയും MT-യുമെല്ലാം തൂണുകളിൽ ഇടം പിടിച്ചു. തികച്ചും ഇതിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും ഇവർ നമുക്ക് തന്ന ഊർജം, ഇവരെ വരികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ OMV സാറിൻ്റെയൊക്കെ കവിതകൾ കേട്ട് പോകുന്നവർ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് കലാകാരനെ സംബന്ധിച്ച് വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാഠ്യേതര വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയത്തിൽ നടപ്പാക്കാനുള്ള നൂതനമായ ആശയങ്ങൾ ഇനിയും ഏറെയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.